വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്ന യൂണിറ്റ് 2-ലെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് 1 എടുത്തിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. എന്താണ് മൈക്രോ എക്കണോമിക്സ്? അതിനെക്കുറിച്ച് നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാക്രോയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് മൈക്രോ എക്കണോമിക്സ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇവിടെ പറയുന്നത്. Economic analysis examines how people, organization and government decide how to distribute resources to meet the requirement. ഓരോ വ്യക്തിക്കും ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ ഓരോ ജനങ്ങളായാലും സൊസൈറ്റി ആയാലൊക്കെ അവരുടെ റിസോഴ്സ് എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് കാര്യമായിട്ട് അതിൽ പറയുന്നത്. പിന്നെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസ് ദ മാക്സിമം പോസിബിൾ പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ് നമ്മൾ മാക്സിമം നമ്മുടെ സമൂഹത്തിൽ പോവുക, ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിലയേറിയ ലാഭം നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുക, അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഗവൺമെൻറ് ആയാലും ഒരു സൊസൈറ്റി ആയാലും ഒരു കമ്പനി ആയാലും ചെയ്യുന്ന എന്താണ്, അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഘടകത്തിലൂടെയാണ് പോകുന്നത്. അതാണ് ദിസ് ഗ്രൂപ്പ് ഡിസൈഡ് ഹൗ ടു അറേഞ്ച് ആൻഡ് മാനേജ് ദ റിസോഴ്സ്. എങ്ങനത് അറേഞ്ച് ചെയ്യണം, അത് മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചെറിയ പഠനം അവരെന്ത് ചെയ്യും, നടത്തും. കാരണം ഏതൊരു ഫീൽഡിലായാലും അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം, എങ്കിലത് നല്ല രീതിയിൽ നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം എന്താണ്, അപ്പോൾ നമുക്കവിടെ റിസോഴ്സുകൾ നമുക്ക് ഉണ്ടാവുള്ളൂ. റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, അത് നല്ല രീതിക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ദേ ആർ മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മെയിനായിട്ട് നോക്കുന്ന എന്താണ്, എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ അത് വിൽക്കുന്നു, എങ്ങനെ അത് എന്താ ചെയ്യുക, കൺസപ്ഷൻ ചെയ്യുന്നു. അതായത് എങ്ങനെയാണത് മെത്തേഡ്, ഏത് മെത്തേഡിലാണിത് ചെയ്യുന്നത്, അതുപോലെ തന്നെ എവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്, എവിടെ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മറ്റുള്ള രാജ്യത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നായിരിക്കാം. നമ്മളത് ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്, എവിടെ നിന്നാണ് നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, നമ്മളത് എക്സ്പോർട്ടായിട്ട് സ്വീകരിക്കുന്നു. എ വൈഡ് റേഞ്ച് ഓഫ് ഇഷ്യൂസ് ആർ കവേർഡ് ഇൻ ദി സ്റ്റഡി ഓഫ് എക്കണോമിക്. പല ഇഷ്യൂസുകൾ എന്തുണ്ട്, എക്കണോമിക്സിലുണ്ട്. കാരണം സാമ്പത്തികമാണല്ലോ, പല ഇഷ്യൂസുകൾ അവിടെ എന്തുണ്ട്, എക്കണോമിക്സിലുണ്ട്. എന്താ പറയും കൂടി, പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, സേവിങ്, ഇൻവെസ്റ്റിംഗ്, എംപ്ലോയ്മെൻ്റ് ആണ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിൻ്റെ രീതിയിലും തൊഴിലിൻ്റെ രീതിയിലും തൊഴിലില്ലായ്മയിലും അതുപോലെ തന്നെ പണം ലാഭിക്കുന്നതിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൊക്കെ നമുക്കുണ്ട് എക്കണോമിക് പ്രോബ്ലം ഉണ്ട്. കാരണം എന്താണ്, ഓരോ സംഭവത്തിനും അതിൻ്റെ ഒരു പഠനം നമ്മൾ എന്ത് ചെയ്യണം, നടത്തണം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് എന്താവില്ല, റിസോഴ്സ് ഉണ്ടാവണമെന്നില്ല. സേവിങ് നടത്താൻ നമുക്ക് പ്രൊഡക്ഷൻ കമ്മിയാകുമ്പോൾ സേവിങ് എന്താവും, ഓട്ടോമാറ്റിക്കലി കുറവാകും. സേവിങ് കുറവാകുമ്പോൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിംഗ് എന്താവും, പൊതുവെ കുറവാകും. ഇൻവെസ്റ്റിംഗ് കുറവാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ആൾക്കാർ കുറയും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് ഇഷ്യൂസുകൾ എന്ത് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇഷ്യൂസുകളാണ് പറഞ്ഞത്, ഒരുപാട് ഇഷ്യൂസുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ചെറിയ രീതിയിലുള്ള ഇഷ്യൂസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്നു. പിന്നെന്താണ്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആർ ദി 2 മെയിൻ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സ് 2 ബ്രാഞ്ച്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 2 ബ്രാഞ്ചുകൾ, ഒന്ന് മൈക്രോ, 2 മാക്രോ. മൈക്രോ എന്ന് പറയുന്നത് നമ്മൾ ചെറുതാണ്, മാക്രോ എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ 2 മെയിൻ ബ്രാഞ്ചസുകളാണ് എക്കണോമിക്സിൽ. ദ ബിഹേവിയർ ഓഫ് സ്പെസിഫിക് എക്കണോമിക് യൂണിറ്റ് ഈസ് ദ ഫോക്കസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഓരോത്തിൻ്റെയും ബിഹേവിയർ എന്താണ്, അത് അതിൻ്റെ പ്രൊഡക്ഷൻസും കൺസപ്ഷനാണ്. പക്ഷേ മാക്രോ എന്ന് പറയുമ്പോൾ അത് വലിയ സിസ്റ്റമായിട്ട് എടുക്കുന്നു. മൈക്രോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ സിസ്റ്റമായിട്ട് എടുക്കുന്നു. ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ് ദി പീപ്പിൾ ആൻഡ് എൻറ്റിറ്റീസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി ഓപ്പറേഷൻ ഓഫ് അവർ എക്കണോമി such as consumers, workers, investors, property owners and business organization. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ വരുന്നുണ്ട്, വർക്കേഴ്സ്, എംപ്ലോയ്മെൻ്റ് നമ്മൾ വർക്കേഴ്സ് വരുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, പ്രോപ്പർട്ടി ഓണേഴ്സ്, ഓരോ പ്രോപ്പർട്ടി കൊടുക്കും, പാട്ടത്തിന് നമ്മൾ കൊടുക്കാറുണ്ട്. ലേബറിന് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർട്ടി കൊടുക്കും, അതിന് റെൻറ്റ് വാങ്ങും, ലേബർ റെൻറ്റ് എന്ത് ചെയ്യും, വാങ്ങും. അങ്ങനെ ഒരുപാട് ബിസിനസ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടി കൊടുക്കും. ഇതൊക്കെ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഈ ഒരു മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും വരുന്നുണ്ട്. ഗവൺമെൻറ് അടുത്ത് പണം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, മറ്റുള്ള കോടീശ്വരന്മാരെന്നൊക്കെ എന്ത് ചെയ്യുന്നു, അവർ വാങ്ങുന്നു. അല്ലെങ്കിൽ മറ്റുള്ള നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ കടം വാങ്ങുന്നുണ്ട്.
മൈക്രോ എക്കണോമിക്സ് നമ്മൾ ഇതുവരെ പറഞ്ഞ സംഭവം തന്നെയാണ്. ആ വേർഡ് എവിടുന്ന് വരുന്നത്? മൈക്രോസ്, ഗ്രീക്ക് വേർഡായിട്ടുള്ള മൈക്രോസ് എന്നാണ് വരുന്നത്, വിച്ച് മീൻസ് സ്മാൾ, ചെറുതാണ്. ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിലാണെന്ന് പറയുന്നത്. നമ്മൾ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്രോ ആണ്, ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്രോ ആണ്. മൈക്രോ എക്കണോമിക്സ് ഫോക്കസ് ഓൺ ദി കോണ്ടക്ട് ഓഫ് സ്മാൾ എക്കണോമിക് യൂണിറ്റ്. മൈക്രോ എക്കണോമിക്സ് ഫോക്കസ് ഓൺ ദി സ്റ്റഡി ഓഫ് കൺസ്യൂമർ, വർക്കർ, സേവർ, ബിസിനസ് മാനേജർ, ഫേംസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നില്ല. ബിസിനസ് മാനേജർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. കൺസ്യൂമേഴ്സ് ചൂസ് ഹൗ മെനി ഓഫ് ദി വാരിയസ് ഗുഡ്സ് ടു പർച്ചേസ്. വർക്കേഴ്സ് ചൂസ് വിച്ച് ഒക്കുപ്പേഷൻ ഇൻ ടു അസെപ്റ്റിംഗ്. കൺസ്യൂമേഴ്സ് എന്താണ് അവിടെ ചൂസ് ചെയ്യുക? മെയിൻലി ഹൗ മെനി ഓഫ് വാരിയസ് ഗുഡ്സ് ടു പർച്ചേസ്, എത്ര ഗുഡ്സാണ്, സാധനങ്ങളാണ് അവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എന്നാലോ വർക്കേഴ്സോ, തൊഴിലാളികളോ എന്താ ചൂസ് ചെയ്യുക? ഏത് ഒക്കുപ്പേഷനാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. ഏത് ഒക്കുപ്പേഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണ്? ഒരു ഒക്കുപ്പേഷനാണ്, ഒരു തൊഴിലാണ്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നു, എന്നിട്ടാണ് നമ്മളത് എടുക്കുന്നത്. ആൻഡ് ബിസിനസ് പീപ്പിൾ ചൂസ് ഹൗ മെനി എംപ്ലോയീസ് ടു ഹെയർ ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. ഒരു ബിസിനസ് മാൻ എന്താ ചിന്തിക്കുന്നത്? എത്ര എംപ്ലോയി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താണ്ട് നമുക്ക് എത്ര ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, ആരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റാം, ഏതൊക്കെ ലെവലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഏതൊക്കെ ലെവലിലെ വർക്കേഴ്സ് നമുക്ക് ഇതിലേക്ക് എംപ്ലോയീസ് നമുക്ക് കൊണ്ടുവരാം എന്നാണ് ബിസിനസ് പീപ്പിൾ ആലോചിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. കൺസ്യൂമേഴ്സും മറ്റുള്ള വർക്കേഴ്സും ബിസിനസ് പീപ്പിൾസൊക്കെ ചിന്തിക്കുന്ന ചിന്താഗതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഏതിൽ വരുന്നുണ്ട്? മൈക്രോയിലും മാക്രോയിലും വരുന്നുണ്ട്. സെവറൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഇൻ ദി മൈക്രോ എക്കണോമിക്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ്. എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്നുള്ളത്? സപ്ലൈ, ഡിമാൻഡ് ആൻഡ് ഇക്വിലിബ്രിയം. ഒന്ന് സപ്ലൈ, സാധനം കൊടുക്കുന്നു, പിന്നെ ഡിമാൻഡ്, സാധനത്തിന് ഡിമാൻഡ് വരുന്നു, പിന്നെ ഇക്വിലിബ്രിയം, അത് രണ്ടിൻ്റെയും ഇടയിലായിട്ട് വരുന്നതാണ് ഇക്വിലിബ്രിയം. എന്താണ് പറയുന്നത്? തിയറി ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡിറ്റർമിൻ പ്രൈസസ്. സപ്ലൈ ഡിമാൻഡ് എന്താ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്? പണമാണ്, പ്രൈസാണ്. മെയിൻലി പ്രൊഡക്ഷൻ തിയറി, രണ്ടാമത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ തിയറി. ഒന്നാമത്തെ സപ്ലൈ ഡിമാൻഡ് ആൻഡ് ഇക്വിലിബ്രിയം, രണ്ടാമത്തെ പ്രൊഡക്ഷൻ തിയറി. എന്താണ് പ്രൊഡക്ഷൻ തിയറി എന്ന് പറയുന്നത്? ദിസ് കൺസെപ്റ്റ് എക്സാമിൻ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസ്. പ്രൊഡക്ഷൻ കൂടെ നമുക്ക് എന്താ ചെയ്യുന്നത്? സാധനവും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എങ്ങനെയാണത് പ്രൊഡക്ഷൻ തിയറി നോക്കുന്നത്? ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് കോസ്റ്റ് എന്താണ്? ചെലവുകൾ. പ്രൊഡക്ഷൻ ചെയ്യണത് എന്ത് വേണം? അതിന് പാട്ടത്തിന് ഭൂമി എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി ഓണേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ഭൂമി എടുക്കണം. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പറയുന്നത് എന്താണ്? ദിസ് ഇൻക്ലൂഡ് the cost of the resources employed in the production process, which in turn determine the price of goods or service. അത് ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ എത്രത്തോളം കോസ്റ്റ് വരും, ഈ കോസ്റ്റുകളൊക്കെ നമ്മൾ ചിലവാക്കി നമുക്ക് വരുമാനം കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് എന്ന് പറയുന്നത് ചെലവുകളാണ് വരുന്നത്, പ്രൊഡക്ഷൻ നടത്താനുള്ള ചെലവുകൾ. പിന്നെ ഫാക്ടർ പ്രൈസിങ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഈ എൻട്രപ്രണർഷിപ്പ്. ഈ ഓണ്ടർപ്രണർഷിപ്പും അതുപോലെ തന്നെ ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ അവർക്കൊക്കെ പണം കൊടുക്കണം. ദിസ് ഡീൽ വിത്ത് ദി പ്രൈസിങ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്. ഭൂമിയില്ലാതെ, ലാൻഡില്ലാതെ നമുക്ക് എന്തില്ല, അത് വർക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ വർക്ക് ചെയ്യുന്ന ലേബർ വേണം, അതുപോലെ തന്നെ അവിടെ എന്ത് വേണം? ക്യാപിറ്റൽ വേണം, അതുപോലെ തന്നെ മൂലധനം വേണം, അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പ്. എല്ലാം കൂടി അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണർഷിപ്പ് കൂടി വേണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.